പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ പേജ് 15, 16 1, 2, 3 പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേജ് 15 ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees. പ്രൈസ് ഓഫ് 3 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 2 kilograms ഓഫ് ആപ്പിൾ ഈസ് 480 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന ഇതാണ്. 2 കിലോഗ്രാം ഓറഞ്ചിനും അതുപോലെ തന്നെ 3 കിലോഗ്രാം ആപ്പിളിനും കൂടെ 520 രൂപയും, അതുപോലെ 3 കിലോഗ്രാം ഓറഞ്ചിനും 2 കിലോഗ്രാം ആപ്പിളിനും കൂടെ 480 റുപ്പീസുമാണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും പൈസ, അതായത് ഓറഞ്ചിൻ്റെ വില എത്രയാണ്, ആപ്പിളിൻ്റെ വില എത്രയാണ്, അതാണ് ചോദ്യം. അപ്പം നമുക്കിവിടെ ഓറഞ്ചിൻ്റെ വില അറിയത്തില്ല, ആപ്പിളിൻ്റെ വില അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുക? പ്രൈസ് ഓഫ് ഓറഞ്ച് എന്നുള്ളതിന് എക്സ് എന്ന് കൊടുക്കുക, പ്രൈസ് ഓഫ് ആപ്പിൾ എന്നുള്ളതിന് വൈ കൊടുക്കുക. നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 ഇക്വേഷൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നമ്മൾ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻസ് വേണം ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ചോദ്യത്തിൽ തന്നെ 2 കിലോഗ്രാം 2 kilograms ഓഫ് ഓറഞ്ച്, നമ്മളിപ്പോൾ ഓറഞ്ചിന് എക്സ് എന്നുള്ള കൊടുത്തേക്കുന്നത് അതിൻ്റെ വില അല്ലേ. അപ്പം 2 kilogram ഓഫ് ഓറഞ്ചും അതുപോലെ തന്നെ 3 kilogram ഓഫ് ആപ്പിളിനും നമ്മൾ 520 റുപ്പീസാന്ന് പറഞ്ഞത്. അതായത് ഇവിടെ നോക്കുക, 2x 3y ഇത് രണ്ടും കൂടെ ചേരുമ്പം 520 ആണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. 2x + 3y = 520. ഇക്വേഷൻ നമ്പർ 1. ദെൻ അടുത്ത പറഞ്ഞേക്കുന്നത് നോക്കിയാൽ 3 kilogram ഓഫ് ഓറഞ്ച്, 3 കിലോ ഓറഞ്ചും, ഓറഞ്ചിന് നമ്മൾ എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്, 2 കിലോ ആപ്പിളിനും എത്ര രൂപയാണ്? 480 റുപ്പീസാണ്. അപ്പം 3x 2y. അപ്പോൾ 1 കിലോഗ്രാമിന് എക്സ് ആണെങ്കിൽ 3 കിലോഗ്രാമിന് 3x, 1 കിലോഗ്രാമിന് y ആണെങ്കിൽ 2 കിലോഗ്രാമിന് 2y ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഇവിടെ 3x + 2y രണ്ടും കൂടെ ചേരുമ്പം എത്ര രൂപയാണ്? 480, 480 റുപ്പീസ്. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എന്താ? 2, ഇവിടെ 3, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവിടെ അങ്ങനെ തന്നെ വൈയുടെ കൂടെയുള്ളത് 3 ആണ്, വൈയുടെ കൂടെയുള്ളത് 2 ആണ്. അപ്പം ഇവിടെയും ഡിഫറെൻ്റ് ആണ് വന്നേക്കുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഒന്നെങ്കിൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പേഴ്സിനെ ഒരേപോലെ ആക്കുക, അല്ലെങ്കിൽ വൈയുടെ കൂടെയുള്ള നമ്പേഴ്സിനെ ഒരേപോലെ ആക്കുക. അപ്പോൾ ഒരേപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഒന്നാമത്തെ ഇക്വേഷനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരേപോലെ ആവുമോ അങ്ങനെ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 2ഉം 3ഉം ആണ്. ഇപ്പോൾ 2ഉം 3ഉം ആയതുകൊണ്ട് 2വിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 3ഉം ഇല്ല, 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2ഉം ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ ഇക്വേഷൻ, ഇപ്പോൾ നമ്മൾ എക്സ് ആണ് ഒരേപോലെ ആക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇവിടെ 2 ആണ്, അതുകൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 ആണ്, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യമേ 3 × 2, 3 × 2 എന്ന് പറയുമ്പോൾ 6 ആണ്, അപ്പോൾ 6x പ്ലസ് അടുത്തത് 3 × 3, 3 × 3 എന്ന് പറയുമ്പം 9 ആണ്, അപ്പോൾ 9y = ദെൻ 520 × 3. അപ്പോൾ 520 × 3 ചെയ്യുമ്പോൾ നമുക്ക് 1560 എന്ന് കിട്ടും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഇവിടെ 3 ആണ്, നമുക്ക് എന്താക്കേണ്ടത്? 6 ആക്കണം അല്ലേ. അപ്പം 6 ആക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 × 2 6x പ്ലസ് 2 × 2 4y = 480 × 2. അപ്പോൾ നമുക്ക് 960 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ഇവിടെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഒരേപോലെയാണ്, 6, 6. ഇവിടെ ഇത് ഡിഫറെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഒരേപോലെ ആക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മളിത് കുറയ്ക്കുമ്പം ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു ഇക്വേഷൻ കുറയ്ക്കുമ്പോൾ ഇത് 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഒരൊറ്റ വേരിയബിൾ മാത്രമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. പുതിയതായിട്ടായതുകൊണ്ട് 3, 4 എന്ന് കൊടുത്തേക്കുക. ഓക്കെ, ഇനി നമ്മളടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അതായത് മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നാലാമത്തെ ഇക്വേഷൻ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറച്ച് എഴുതാം.
അപ്പോൾ 6x - 6x ഇത് 0 ആകും. ദെൻ 9y - 4y, 9 - 4 എന്ന് പറയുമ്പം 5 ആണ്. സോ 5y ഈസ് ഈക്വൽ ടു 1560 നിന്ന് നമ്മൾ 960 കുറയ്ക്കുമ്പം നമുക്ക് 600 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാണ് 5y ഈസ് ഈക്വൽ ടു 600. ഇപ്പോൾ 5 ഇൻറ്റു y ആണ് 600. അപ്പോൾ 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 600 കിട്ടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ y ഈസ് ഈക്വൽ ടു എന്തെഴുതിയാൽ മതി? 600 ഡിവൈഡഡ് ബൈ 5. അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? ഡിവിഷൻ. അപ്പോൾ 600 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് 120. സോ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 120. വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രൈസ് ഓഫ് ആപ്പിൾ. അപ്പോൾ ആപ്പിളിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 120 രൂപയാണ്, 120 റുപ്പീസ്. ഓക്കെ, ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഏതിൽ വേണമെങ്കിലും നമ്മൾ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ഒന്ന് ഇവിടെ എഴുതാം. നമുക്ക് 2x + 3y ഈസ് ഈക്വൽ ടു 520. ഓക്കെ, അപ്പോൾ ഇവിടെ വൈയുടെ സ്ഥാനത്താണ് നമ്മൾ എന്തിട്ട് കൊടുക്കേണ്ടത്? 120. ഓക്കെ, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ 2x + 3 × 120, 3y എന്ന് പറഞ്ഞാൽ 3 × 120 ആണ്, ഈസ് ഈക്വൽ ടു 520. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഇതാണ് 2x + ഇപ്പോൾ 3 × 120, 3 × 120 എന്നുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 360 എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു 520. ഓക്കെ, അപ്പം 2x + 360 ആണ് 520. അപ്പോൾ നമ്മൾ നമ്പറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് 2x ഈസ് ഈക്വൽ ടു 520 മൈനസ് 360. അപ്പോൾ 520 നിന്ന് 360 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 160 എന്ന് കിട്ടും. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു ആണ് 160. അപ്പം x ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2 × x ആണ് 160. അപ്പോൾ x ഈസ് ഈക്വൽ ടു 160 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 160നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 80 എന്ന് കിട്ടും. അതായത് 2 × 80 ആണ് 160 എന്ന് പറയുന്നത്. അപ്പോൾ 160യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 കിട്ടും. അപ്പോൾ എക്സ് എന്തായിരുന്നു? പ്രൈസ് ഓഫ് ഓറഞ്ച്. അപ്പോൾ നമ്മുടെ പ്രൈസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് എത്ര വരും? 80 രൂപ എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ പ്രൈസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് 80 റുപ്പീസ്, പ്രൈസ് ഓഫ് ആപ്പിൾ 120 റുപ്പീസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. A wire 1 meter long is cut into 2 pieces, one of which is bent into a square and other into an equilateral triangle. 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeters. What are the length of the pieces? ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്. 1 മീറ്റർ നീളമുള്ള വയറിനെ നമ്മൾ 2 പീസാക്കി. അപ്പോൾ 1 മീറ്റർ നീളമുള്ള വയർ അതിനെ 2 പീസാക്കി. അതിൽ ഒരു പീസ് നമ്മൾ ബെൻഡ് ചെയ്ത് സ്ക്വയർ ഷേപ്പിലോട്ടും അടുത്ത പീസ് ബെൻഡ് ചെയ്ത് നമ്മൾ ഈക്വലാറ്റർ ട്രയാങ്കിളിലോട്ടും വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൈഡ് ഓഫ് സ്ക്വയർ എന്നുള്ളതിന് എക്സ് എന്നും ഈക്വലാറ്റർ ട്രയാങ്കിളിന് വൈ എന്നും കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും ഒരു പീസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും, ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആയിരിക്കും അടുത്ത പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 4 × x ആണ്. അപ്പോൾ അതാണ് ഒരു പീസ്, വയറിൻ്റെ ഒരു പീസ് എന്ന് പറയുന്നതിൻ്റെ നീളം 4x ആണ്. ഓക്കെ, ഈക്വലാറ്റർ ട്രയാങ്കിൾ y ആണ്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 3y വരും. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പീസിൻ്റെ നീളം എന്ന് പറയുന്നത് 3y ആണ്. ഓക്കെ, ഇനി ഇത് 1 മീറ്റർ നീളമുള്ള വയറാണ്. അപ്പോൾ 1 മീറ്റർ നീളം എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇവിടെ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, 100 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 100 സെൻറ്റിമീറ്റർ നീളമുള്ള വയറിനെ നമ്മൾ 2 പീസാക്കി. അതിൽ ഒരു പീസിൻ്റെ നീളം 4x സെക്കൻഡ് പീസിൻ്റെ നീളം 3y ആണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് 100. ഇനി അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, 3 times the side of the square. അതായത് സൈഡ് ഓഫ് ദ സ്ക്വയർ എത്രയാണോ അതിൻ്റെ 3 ഇരട്ടിയും അതുപോലെ ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയാണോ അതിൻ്റെ 2 ഇരട്ടിയും കൂടെ ചേരുന്നതാണ് 71 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻസ് കിട്ടും. ഒന്ന് എന്തായിരുന്നു? 4x + 3y ഈസ് ഈക്വൽ ടു 100. അതായത് 4xൻ്റെ പെരിമീറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത് 100 ആണ്. അപ്പോൾ 4x + 3y ഈസ് ഈക്വൽ ടു 100, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ എന്താ വരുന്നത്? 3 times the side of the square, 3 times, അപ്പോൾ 3 × x plus 2 times the side of equilateral triangle, അപ്പോൾ 2y ഈസ് ഈക്വൽ ടു 71, ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 2.
അപ്പോൾ ഇവിടെയും നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് കൂടെയുള്ള നമ്പർ ഒരേപോലെ ആക്കണം. അപ്പോൾ ഇവിടെ 4 ഇവിടെ 3 രണ്ടും ഡിഫറൻ്റ് ആണ്. ഇവിടെ 3 ഇവിടെ 2 രണ്ടും ഡിഫറൻ്റ് ആണ്. ഇനി 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 3 ഇല്ല, അതുപോലെ തന്നെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4ഉം ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 ഇല്ല, 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 3ഉം ഇല്ല. അപ്പോൾ ചെറിയ വാല്യൂസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ ഇത് ഒരേപോലെ ആക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇത് ചെയ്താലും കുഴപ്പമില്ല, ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും സെയിം ആക്കാനായിട്ട് പോകും. അപ്പോൾ ഇത് സെയിം ആക്കാനായിട്ട് ഇവിടെ 3 എന്നുള്ളതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും. ഇവിടെ 2 എന്നുള്ളതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സെയിം ആക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോന്നിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 × 2 8x പ്ലസ് 3 × 2 6y ഇസ് ഈക്വൽ ടു 100 × 2 200. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 × 3 9x പ്ലസ് 3 × 2 6y ഇസ് ഈക്വൽ ടു 71 × 3 213. ഇക്വേഷൻ നമ്പർ 4. അപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നാലാമത്തെ ഇക്വേഷനിലാണ് ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ വലുതാണ് 9ഉം അതുപോലെ ഇതും വലുതാണ്. അപ്പം ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതാണ് എളുപ്പം. അതായത് 4ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പോൾ 4 - 3 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോണം, നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ 9x - 8x 9x - 8x എന്ന് പറയുമ്പം 1 × x എന്ന് വരും അല്ലേ. ഓക്കെ, ഇത് 0 വരും. ഇസ് ഈക്വൽ ടു 213 - 200 അപ്പോൾ 13. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും 13. അതായത് സൈഡ് ഓഫ് സ്ക്വയർ എന്നുള്ളത് എന്താകും 13 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ y കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മുടെ 4x + 3y ഈസ് ഈക്വൽ ടു 100 അല്ലേ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒന്നും കൂടെ അത് എഴുതാം. 4x + 3y ഈസ് ഈക്വൽ ടു 100. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം? 13. അപ്പോൾ 4 × 13 + 3y ഈസ് ഈക്വൽ ടു 100. ദെൻ 4 × 13 എന്ന് പറയുമ്പം നമുക്ക് 52 എന്ന് കിട്ടും. പ്ലസ് 3y ഈസ് ഈക്വൽ ടു 100 എന്ന് എഴുതാം. ഇനി ഈ 52നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ 3y ഈസ് ഈക്വൽ ടു 100 - 52. അപ്പോൾ 100 - 52 എന്ന് പറയുമ്പം 48 എന്ന് വരും. സോ 3 × y ആണ് 48. അപ്പോൾ y എന്ത് വരും? 48 ഡിവൈഡഡ് ബൈ 3. 48 ഡിവൈഡ് ബൈ 3 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 16. പക്ഷെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ സൈഡ് ഓഫ് സ്ക്വയർ ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? അല്ല, നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ പീസസ്, അതാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അതായത് ലെങ്ത് ഓഫ് 1 പീസ് ടു മേക്ക് ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്താണ്? ലെങ്ത് ഓഫ് അനദർ പീസ് ടു മേക്ക് എ സ്ക്വയർ, അതാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ലെങ്ത് ഓഫ് പീസസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഈക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എത്രയാണ് വന്നേക്കുന്നത്? 16 അല്ലേ. അപ്പോൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 3 × 16. അപ്പോൾ 3 × 16 എന്ന് പറയുമ്പം 48 എന്ന് വരും. ഓക്കെ, അപ്പം സ്ക്വയർ ഉണ്ടാക്കാനായിട്ടുള്ള പീസിൻ്റെ നീളം എക്സ് നമുക്ക് 13 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 4 × 13 4 × 13 എന്ന് പറയുമ്പം 52. അപ്പം ഈക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കാനായിട്ടുള്ള ആ വയറിൻ്റെ പീസ് എന്ന് പറയുന്നത് 48 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ സ്ക്വയർ ഉണ്ടാക്കാനായിട്ടുള്ള ആ പീസിൻ്റെ നീളം എന്ന് പറയുന്നത് 52 സെൻറ്റിമീറ്ററുമാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. 4 years ago, Rahim's age was 3 times the age of Ramu. After 2 years, this would become 2 times. What are their ages now? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നതാണ് 4 വർഷം മുമ്പ് റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് 3 ഇരട്ടിയാണ്. അതായത് രാമുവിൻ്റെ വയസ്സിനേക്കാളും 3 ഇരട്ടിയാണ്. ദെൻ 2 years, ആഫ്റ്റർ 2 years 2 വർഷം കഴിയുമ്പം അത് 2 ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അവരുടെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ 2 പേരുണ്ടല്ലേ, 2 പേരുടെ ഏജ് ഉള്ളതുകൊണ്ട് 2 പേരുടെയും പ്രസൻറ്റ് ഏജിനെ നമ്മൾ ഒരാളുടെ എക്സ് ആയിട്ട് കൊടുക്കുക, ഒരാളുടെ വൈ ആയിട്ട് കൊടുക്കുക. അപ്പോൾ റഹീമിൻ്റെ ഏജ് നമ്മൾ പ്രസൻറ്റ് ഏജ് എക്സ് ആയിട്ട് കൊടുക്കുക, രാമുവിൻ്റെ ഏജ് വൈ ആയിട്ട് കൊടുക്കുക. ഓക്കെ, 4 years ago 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ എത്രയാണോ വയസ്സ് അതിനേക്കാളും 4 കൂടെ കുറയ്ക്കണം അല്ലേ. അപ്പം x - 4 ആയിരിക്കും 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സെന്ന് പറയുന്നത്. രാമുവിൻ്റെ വയസ്സോ y - 4.
ഓക്കെ, ദെൻ ആഫ്റ്റർ 2 ഇയേഴ്സ് ആണെങ്കിലോ 2 വർഷം കഴിയുമ്പോഴാണെങ്കിലോ നമുക്ക് എന്തായിരിക്കും കൂട്ടണം അല്ലേ. അപ്പോൾ ഇപ്പോൾ എത്രയാണോ വയസ്സ് അതിൻ്റെ കൂടെ 2 കൂട്ടണം, x+2. രാമുവിൻ്റെ വയസ്സോ y+2. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കുന്ന കണ്ടീഷൻസ് നമുക്ക് നോക്കാം. റഹീംസ് ഏജ് വാസ് 3 times ഏജ് ഓഫ് രാമു അല്ലേ, അതായത് 4 years ago. ഈ ഒരു കേസിലാണ്, രണ്ടാമത്തെ കേസിലാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത്. റഹീമിൻ്റെ ഏജ് ആ സമയത്ത് എത്രയാ, x-4. അപ്പോൾ x-4 എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്, 3 times ഏജ് ഓഫ് രാമു അല്ലേ. ഏജ് ഓഫ് രാമു y-4 ആണ്, അതിൻ്റെ 3 ഇരട്ടി, അതായത് 3 × y-4 ഇങ്ങനെയാണല്ലോ വരുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ആഫ്റ്റർ 2 years 2 വർഷങ്ങൾക്ക് ശേഷം ഇതെന്താകും, 2 times ആകും അല്ലേ. അപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം റഹീമിൻ്റെ വയസ്സ് എത്രയാ, x+2. ഇതെന്ന് പറയുന്നത് എത്രയാവും എന്നാണ് പറഞ്ഞേക്കുന്നത്, 2 times രാമുവിൻ്റെ ഏജ് അല്ലേ. രാമുവിൻ്റെ ഏജ് എത്രയാണോ അതിൻ്റെ 2 ഇരട്ടി. ഓക്കെ, അപ്പോൾ 2 × y+2. അപ്പോൾ ഇങ്ങനെ 2 ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നേരത്തെ പോലെയല്ല നമുക്കിവിടെ വന്നേക്കുന്നത്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ 3 എന്നുള്ളതിനെ നമുക്ക് ഈ അകത്ത് എഴുതിയേക്കുന്ന ഓരോ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 3 × y, 3 × 4, അതുപോലെ ഇവിടെ. അപ്പോൾ നമുക്കിവിടെ എഴുതിയേക്കുന്നതിനെ എങ്ങനെ എഴുതാം, 3 × y എന്ന് പറയുമ്പം 3y. ഓക്കെ, ഇവിടെ നമുക്ക് നെഗറ്റീവാണ്, സോ നമ്മൾ മൈനസ് അവിടെ ഇട്ടു. ദെൻ 3 × 4, 3 × 4 എന്ന് പറയുമ്പം 12. ദെൻ ഇവിടെ ആണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇരട്ടി, അപ്പം 2y + 2 × 2 4. അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടിയേക്കുന്ന ശരിക്കും x-4 = 3y - 12 എന്നും x+2 = 2y + 4 എന്നുമാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത് നമ്മൾ എഴുതിയേക്കുന്നതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അതായത് ഇവിടെ -4 ഉണ്ട്, ഇവിടെ -12 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ -4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്കിവിടെ അതുപോലെ 3y എന്നുള്ളതിനെ ഇപ്പുറത്തെ സൈഡിലോട്ടും കൊണ്ടുവരിക. അത് വേരിയബിൾ എല്ലാം ഒരു സൈഡിലും നമ്പർ എല്ലാം ഒരു സൈഡിലോട്ടും ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഒന്നും കൂടെ ഒന്ന് എഴുതാം. ഇവിടെ x-4 = 3y - 12. അപ്പം 3y എന്നുള്ളതിനെ ഇപ്പുറത്തോട്ടും -4 എന്നുള്ളതിനെ ഇങ്ങോട്ടും കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, x-3y = -12 + 4. അപ്പോൾ ഇവിടെ -8 എന്ന് വരും. സോ നമ്മുടെ ഇപ്പോഴത്തെ ഇക്വേഷൻ ഇതാണ്, x-3y = -8. ഇക്വേഷൻ നമ്പർ 1. അപ്പം ഇതേ രീതിയിൽ തന്നെ നമ്മൾ രണ്ടാമത് എഴുതിയേക്കുന്ന x+2 = 2y + 4. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, x-2y = 4 - 2. ഇപ്പോൾ 4 - 2 എന്ന് പറയുന്നത് 2 ആണ്, അതായത് x-2y = 2. ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷനും അടുപ്പിച്ച് എഴുതാം, അതായത് x-3y = -8ഉം അതുപോലെ തന്നെ x-2y = 2. ഇപ്പോൾ 2 ഇക്വേഷനും എഴുതി. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ സെയിം ആ 1 എന്നാണ് വന്നേക്കുന്നത്, y ആണ് ഡിഫറൻറ്റ് വന്നേക്കുന്നത്. സോ നമുക്ക് മൈനസ് ചെയ്താൽ മതി, 1 - 2 ചെയ്യുമ്പം എക്സിൽ നിന്ന് എക്സ് പോകുമ്പോൾ അവിടെ 0 വരും. ദെൻ -3 -2y എന്നാണ് വരുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് -y എന്ന് കിട്ടും, അതായത് -3 -2 എന്നാണ്, അതായത് -3 ഈ രീതിയിൽ വരും, +2 എന്ന് വരും. സോ -1. അപ്പം അതാണ് ഇവിടെ -y എന്ന് എഴുതിയേക്കുന്നത്. ദെൻ -8 - 2. അപ്പോൾ നമുക്കവിടെ -10 എന്നും വരും. -8 - 2 എന്ന് പറയുമ്പം -10 എന്ന് വരും. സോ -y = -10. അപ്പോൾ നമ്മുടെ y-യുടെ വാല്യൂ എന്തായിരിക്കും, 10 എന്ന് കിട്ടും. അപ്പോൾ y എന്ന് പറയുന്നത് എന്തായിരുന്നു, രാമുവിൻ്റെ വയസ്സ്. അതാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയേക്കുന്നത്, 10 ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ y-യുടെ വാല്യൂ ഒന്നാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് +2 എന്നല്ലേ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, x-2y = 2. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ x-2 × 10 = 2. അതായത് x-20 = 2 എന്ന് കിട്ടും. അതായത് x = 2, ഈ -20 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ +20, 2 + 20
ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2 + 20 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു 22. എക്സ് ഈസ് ഈക്വൽ ടു 22. അപ്പം റഹീമിൻ്റെ വയസ്സ് എത്രയാണ് 22 ആണ്. അപ്പം റഹീമിൻ്റെ വയസ്സ് 22ഉം രാമുവിൻ്റെ വയസ്സ് 10ഉമാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് റഹീമിൻ്റെ വയസ്സ് 22 ആണെങ്കിൽ 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സ് എത്രയായിരിക്കും 18 ആയിരിക്കും അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ 4 വർഷം മുമ്പ് രാമുവിൻ്റെ വയസ്സ് എത്രയായിരിക്കും 6 ആയിരിക്കും. അപ്പം നോക്കിയേ, ഇതിൻ്റെ 3 ഇരട്ടി 6 × 3 ആണ് 18. കണ്ടോ? ഓക്കെ. ഇനി 2 വർഷം കഴിയുമ്പം 22 എന്നുള്ളത് എന്താകും 24 ആകും, 10 എന്നുള്ളത് 12 ആകും. അപ്പം ഇതിൻ്റെ 2 ടൈംസ് ആണ്. 12 × 2 ആണ് നമ്മുടെ 24 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ചോദിച്ചേക്കുന്ന അനുസരിച്ച് ഏജ് ഓഫ് റഹീം എന്ന് പറയുന്നത് 22ഉം ഏജ് ഓഫ് രാമു എന്ന് പറയുന്നത് 10ഉം ആണ്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.